ഗൈസ്, അപ്പോൾ ഇന്ന് ഇശക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് മിനി ഊട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ വഴിയെ കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് ഇശക്കുട്ടി നല്ല മാറ്റി ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് ഇതാ നഴ്സറിയിലേക്ക് മുട്ടായി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതാ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 390 അപ്പോൾ അങ്ങനെ ഇതാ മുട്ടായി കൊടുക്കുന്ന സമയത്ത് ടീച്ചറും കുട്ടികളെല്ലാവരും കൂടി ഇശക്കുട്ടീനെ വിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അംഗനവാടി നമ്മൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇശക്കുട്ടിക്ക് ചെറിയൊരു സർപ്രൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മൻ്റെ വക കുറേ ആയി സൈക്കിൾ വേണം എന്ന് പറയണത്. അങ്ങനെ ഇതാ ഇശക്കുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇശക്കുട്ടിക്ക് വാങ്ങിയ സൈക്കിൾ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറേ നേരം സൈക്കിൾ മേൽ കളിക്കാനൊക്കെ വേണ്ടി വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മിനി ഊട്ടിയിലേക്ക് പോവാണ്. നമ്മൾ ഓട്ടോറിക്ഷയിൽ എന്നായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മിനി ഊട്ടിയിലേക്ക് പോകുന്നത്. ഉമ്മയും ഉപ്പയൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ സമയം 12 മണി ആ സമയമൊക്കെ ആയപ്പോൾ നമ്മൾ മിനി ഊട്ടി എത്താനാകുമ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അപ്പോൾ നമ്മളൊരു ബിസ്മി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മിനി ഊട്ടി എത്താനാകുമ്പോൾ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മന്തിയേനു അൽഫാം മന്തിയേനു കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ അത്ര അങ്ങോട്ട് തിന്നാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ വേഗം മടുപ്പ് വന്നിട്ടോ. സാധാരണ അങ്ങനെയല്ല, മന്തി കിട്ടിയാൽ നല്ലോണം കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ കേട്ടോ. ഇപ്രാവശ്യം ആർക്കും അങ്ങനെ കഴിക്കാൻ കഴിയും. അങ്ങനെ ആ മന്തീൻ്റെ കൂടെ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് 7up വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക മിനി ഊട്ടി എത്താനായ സമയത്ത് കുറേ ഉള്ളോട്ടൊക്കെ ആയ പോലെ എനിക്ക് തോന്നിയിട്ടോ മിനി ഊട്ടി. എൻ്റെ പോലെ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല കുറേ ലോങ്ങുള്ള മാതിരി എനിക്ക് തോന്നി. മലപ്പുറത്തൊന്നും കുറേ പോകാനുള്ള മാതിരി തോന്നിയിട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം മിനി ഊട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ എത്തിയിട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും ഇതെന്താ എത്താത്തതെന്നുള്ളൊരു ഇതായിരിക്കും കേട്ടോ നമ്മളെ മനസ്സിൽ. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ മിസ്റ്റി ലാൻഡ് പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇതാ ഇശക്കുട്ടിക്ക് കുറച്ച് റൈഡിലൊക്കെ കയറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ എല്ലാ റൈഡിലും കൂടി കയറാൻ വേണ്ടിയിട്ട് വെറും 70 രൂപ ആയിട്ടുണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 20 രൂപ ആണ് കേട്ടോ. അങ്ങനെ ഈശക്കുട്ടി കുറച്ച് നേരം റൈഡിലൊക്കെ കളിച്ച് ഇതാക്കിയതിന് ശേഷം നല്ല ചൂട് കാരണം അവിടെ ജ്യൂസ് കട അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ ഐസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഓരോരോ ഐസൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് പെറ്റിസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലേക്കാട്ടോ പോയത്. അവിടെ കുറേ മീനുകളും അതുപോലെ തന്നെ കുറേ പക്ഷികളും എന്താ പറയുക കുറേ ചെറിയ എലികളും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പാമ്പും വലിയ ഓന്തൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ 50 രൂപ കേട്ടോ ഒരാൾക്ക് ചാർജ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഒരു പേടിയും ഇല്ലായിരുന്നു. എനിക്ക് നല്ല പേടിയാണ്. എന്നെപ്പോലെ പേടിയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിലൊക്കെ കുറേ നേരം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് വേഗം പോയിട്ട് അധികം നേരമൊന്നും അവിടെ നിന്നിട്ടില്ലേനു. റൈഡിലൊന്നും കയറാൻ കഴിഞ്ഞിട്ടില്ലേനു കേട്ടോ. റൈഡിൽ കയറാൻ പേടിയാണ്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലേനു കേട്ടോ. നമ്മൾ നേരെ മാമീൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടുന്ന് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ നമ്മൾ അവിടെ വീട്ടിലെത്തുമ്പം തന്നെ കുറേ സമയം അയക്കണം കേട്ടോ. കുറേ ഷോപ്പിൽ കേക്ക് ചോദിച്ചിട്ടൊന്നും കേക്കില്ലേനു കേട്ടോ. അങ്ങനെ എവിടുന്നോ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടൊക്കെയാണ്
നമ്മൾ മുറിച്ചത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ മിനിയൂട്ടിയിൽ പോയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കാണാൻ, പിന്നെ കുട്ടിയെ കളിക്കാനുള്ള കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് വലിയ സംഭവമാക്കാൻ മാത്രമൊന്നുമില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക, അതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.